പബ്ലിക് ലൈബ്രറി ഹാളിൽ ഞാൻ വന്നിട്ടും പ്രസംഗിച്ചിട്ടും കവിത ചൊല്ലിയിട്ടുമൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് അനേകം തവണ ഇവിടെ സമ്മേളനങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു ഓർമ്മ പുതുക്കലിന്റെ മുഹൂർത്തം കൂടിയാണ്. ശ്രീമതി സജിനി മനോജിന്റെ ഈ പുസ്തകത്തിന്റെ പേര് കാലം തെറ്റിപ്പൂത്ത ഗുൽമോഹർ പൂക്കൾ എന്നാണ്. കാലം തെറ്റിപ്പൂത്ത ഗുൽമോഹർ പൂക്കൾ. അവരുടെ ആദ്യത്തെ പുസ്തകം കവിതാ സമാഹാരമാണ് സന്ധ്യാംബരത്തിലെ മഴ. ആ പുസ്തകത്തിന് 2022 ബാലാമണി അമ്മ കവിതാ പുരസ്കാരവും ലഭിച്ചു. അപ്പോൾ ഈ കാലം തെറ്റിപ്പൂത്ത ഗുൽമോഹർ പൂക്കൾ എന്ന് പറയുമ്പോൾ അതിനകത്തൊരു പ്രത്യേകതയുണ്ട്. അത് കാലം തെറ്റിപ്പൂത്തിരിക്കുകയാണ്. ഇതിൽ 8 കഥകളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കഥ എന്ന് പറയുന്നത്, കഥാരചന എന്ന് പറയുന്നത് നമ്മൾ കാണുന്നത് പോലെ എളുപ്പവുമല്ല, വിചാരിക്കുന്നത് പോലെ വിഷമകരവുമല്ല. പക്ഷെ അതിനിടയ്ക്ക് ഒരു മാജിക് ഉണ്ട്. എൻ്റെ ഒരു സുഹൃത്ത് അറിയപ്പെടുന്ന ഒരു കഥാകൃത്തുണ്ട്. അത് ഇപ്പോഴും സജീവമായി എഴുതുന്നുണ്ട്, പക്ഷെ അപൂർവമായി എഴുതാം. കുറെ വർഷങ്ങൾക്ക് മുമ്പ് സെക്രട്ടേറിയറ്റിനടുത്ത് അദ്ദേഹം താമസിക്കുന്ന ലോഡ്ജിൽ വൈകുന്നേരങ്ങളിൽ ഞങ്ങൾ ഒത്തുകൂടുമായി. വൈകുന്നേരം വരുമ്പോഴെല്ലാം അദ്ദേഹം ഒരു പുതിയ കഥയുമായിട്ടാണ്. എന്നെ കാണുമ്പോൾ ആ കഥ പറയും, നല്ല കഥ, നമ്മൾക്ക് ആവേശം തോന്നിപ്പിക്കുന്ന കഥ. ഞാൻ അദ്ദേഹത്തോട് പറയും, ഇത് എഴുതണം. ഇന്നലെ ഒരു കഥ പറഞ്ഞിരുന്നു, അതും എഴുതണം. ഇങ്ങനെ ഓരോ ദിവസവും പുതിയ പുതിയ കഥകൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന, മെനഞ്ഞെടുക്കുന്ന ഒരു എഴുത്തുകാരൻ. പക്ഷേ ആ കഥകളിൽ വളരെ അപൂർവം കഥകളെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. വളരെ വിഷമത്തോടെ ഞാൻ ചോദിച്ചിട്ടുണ്ട്, ആ കഥ എന്താണ് എഴുതാതിരുന്നത്? അദ്ദേഹം പറയും, ഇന്നിപ്പോ ഞാൻ പറഞ്ഞ കഥയില്ലേ, അത് ടി പത്മനാഭൻ എഴുതേണ്ടതാണ്. ഇന്നലെ ഞാൻ പറഞ്ഞ കഥയില്ലേ, അത് എം ടി എഴുതേണ്ടതാണ്. കഴിഞ്ഞ ആഴ്ച ഞാനൊരു കള്ളന്റെ കഥ പറഞ്ഞില്ലേ, അത് അക്ബർ കക്കറ്റിൽ എഴുതേണ്ടതാണ്. ഇങ്ങനെ കഥകളിൽ നിന്ന് തെന്നി മാറുന്ന ഒരാൾ. അപ്പോൾ കഥകൾ നമ്മളുടെ ചുറ്റുവട്ടങ്ങളിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് എഴുതണമോ വേണ്ടയോ, എഴുതണമെങ്കിൽ അത് എങ്ങനെ എഴുതണം എന്നുള്ളത് എഴുത്തുകാരന്റെ ചോയ്സ് ആണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മുടെ നോവൽ സാഹിത്യത്തിൽ അതിന് ഒരു ദിശാമാറ്റം സൃഷ്ടിച്ച വിഖ്യാതമായ നോവലുണ്ടല്ലോ, ആ ഇതിഹാസ നോവലുണ്ടല്ലോ, OV വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം. അത് അദ്ദേഹം എഴുതിയിട്ട് 10 വർഷങ്ങൾക്ക് ശേഷമാണ് പ്രസിദ്ധീകരിക്കാൻ കൊടുത്തു. ഈ 10 വർഷങ്ങൾക്കുള്ളിൽ അതിന്റെ നിരവധി രൂപാന്തരങ്ങൾ ഉണ്ടായി. ആദ്യം എഴുതിയതിനെ അദ്ദേഹം പൊളിച്ചെഴുതിയതിനെ തിരുത്തി എഴുതിയതിനെ വീണ്ടും പുനഃസൃഷ്ടി നടത്തി. ഈ വിധത്തിൽ ഒരുപാട് തവണ അതിനെ സ്ഫുടം ചെയ്തതിന് ശേഷമാണ് ഒരു പകുതി മനസ്സോടെ അത് പ്രസിദ്ധീകരിക്കുന്നത്. അതുകൊണ്ട് ഒരു ഗുണമുണ്ടായി. അത് മലയാള നോവൽ സാഹിത്യം ഒഴുകിക്കൊണ്ടിരുന്ന ആ പന്ഥാവിൽ നിന്ന് മാറി ഒഴുകാൻ അത് വലിയ വിപ്ലവകരമായ മാറ്റം സൃഷ്ടിക്കുകയും ചെയ്തു. അപ്പോൾ ഒരു കഥ നമ്മുടെ മനസ്സിൽ രൂപപ്പെട്ടു എന്ന് കുറച്ച് ഉടനെ എഴുതണമെന്നില്ല. നമ്മുടെ ചുറ്റുവട്ടത്ത് നടന്ന സംഭവങ്ങൾ ഏതെങ്കിലും നമ്മളെ സ്വാധീനിച്ചാൽ അത് ഉടനെ എഴുതണമെന്നില്ല. അത് കൊണ്ട് നടക്കണം, അത് മനസ്സിലിട്ടുകൊണ്ട് നടക്കണം. മനസ്സിലിട്ടുകൊണ്ട് നടക്കുമ്പോൾ അതിൽ ചില പരിവർത്തനത്തിന്റെ ദിവ്യമായ നിമിഷങ്ങളിൽ അതിൽ മാസ്മരികമായ മാറ്റങ്ങളോടെ ഒരു പുതിയ ചിന്തയുടെ ബിന്ദു ഉദിക്കും.
അവിടെയാണ് ആ കഥ മഹത്തായ കഥയായി മാറും. നമുക്ക് ഒരു കഥയുടെ പ്രമേയത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്താൻ കഴിയും. അതിന്റെ സ്ഥലരാശി തന്നെ മാറ്റാം. ഒരു നഗരമധ്യത്തിൽ നടന്ന കഥയെ നമുക്കൊരു ഉൾനാടൻ ഗ്രാമത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഉൾനാടൻ ഗ്രാമത്തിലോ മലയോര ഗ്രാമത്തിലോ നടന്ന ഒരു സംഭവം വേറൊരു പ്രദേശത്തേക്ക് മാറ്റാം. നായികയ്ക്ക് പ്രാധാന്യമുള്ള നായികാബന്ധിയായ ഒരു കഥയെ നമുക്ക് നായകനെ കേന്ദ്രസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ആ കഥാപാത്രത്തെ നായകനാക്കി ലിംഗപരിവർത്തനം ചെയ്ത് അവതരിപ്പിക്കാം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ആ കഥ സജീവമാകുന്നതും സചേതനമാകുന്നതും. പക്ഷേ നമ്മൾ മുമ്പിൽ കാണുന്ന ഒരു സംഭവത്തെ ഉടനെ എഴുതുന്നവരുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് തോന്നുന്നു 87 മറ്റോ ആണ് എന്റെ ഒരു സുഹൃത്തിന്റെ അനുഭവം എന്റെ മുന്നിൽ സംഭവിച്ചപ്പോൾ ഞാനതൊരു കഥയായി, വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാതെയായി. അതായത് ഒരു സ്ത്രീ, അയാൾ പരിചയപ്പെട്ട ഒരു സ്ത്രീയാണ്, അയാൾ ബോധപൂർവം അങ്ങോട്ട് ചെന്ന് പരിചയപ്പെട്ട ഒരു സ്ത്രീയാണ്. അയാൾ ഒരു സത്രത്തിൽ താമസിക്കുകയായിരുന്നു. അതിനടുത്തുകൂടെ നിത്യവും പോയിക്കൊണ്ടിരുന്ന ഒരു സ്ത്രീയെ കണ്ട് അങ്ങോട്ട് ചിരിക്കുകയും അതൊരു ബന്ധമായി വളരുകയും അവരുടെ ഗ്രഹസന്ദർശനം രഹസ്യമായി നടത്തുകയും പിന്നെ അവർ അവിടെ നിന്ന് മറ്റൊരു ജില്ലയിലേക്ക് പോവുകയും വീണ്ടും ഫോണിലൂടെ അബന്ധം തുടരുകയും ഒക്കെ ചെയ്തിട്ട് ഒരു ദിവസം അപ്രതീക്ഷിതമായി, മൊബൈൽ ഫോണൊന്നും ഇല്ലാത്ത കാലമാണ്, ജോലി കഴിഞ്ഞ് വരുമ്പോൾ അവിടുത്തെ ആ സത്രത്തിലെ റിസപ്ഷനിസ്റ്റ് പറയുന്നു, ഒരു സ്ത്രീ ഒരുപാട് തവണ വിളിച്ചിരുന്നു, ഇപ്പോഴും വിളിച്ചു വെച്ചതേ ഉള്ളൂ. ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഫോൺ ബെല്ല് ചെയ്യുന്നു, അയാൾ എടുക്കുന്നു, അവർ വന്നിട്ടുണ്ട്. അയാളെ കാണാൻ വേണ്ടി മാത്രം വന്നിരിക്കുന്നു. ബസ് സ്റ്റാൻഡിൽ ഉച്ച സമയം മുതൽ കാത്തു നിൽക്കുകയാണ്. അയാൾ ആകെ വല്ലാതാവുന്നു, അയാളുടെ മനസ്സ് ആശങ്കാകുലമാകുന്നു. എന്തിനായിരിക്കും അവർ വന്നിട്ടുണ്ടാവുന്നത്? അയാളൊരു ലോഡ്ജിൽ താമസിക്കുകയാണ്, അവിവാഹിതനാണ്. അയാൾ അവരെ കാണാൻ പോകുന്ന നിമിഷങ്ങളെ കുറിച്ചും അതിനെ തുടർന്നുള്ള സംഭവങ്ങളും എല്ലാം കൂടി ഞാൻ അങ്ങനെ തന്നെ എഴുതി. നക്ഷത്ര കണ്ണുകളെന്നാണ് ആ കഥയ്ക്ക് പേര് കൊടുത്തത്. കുങ്കുമത്തിൽ അത് അച്ചടിച്ച് വരികയും ചെയ്യും. അതിന് വേറൊരു രസകരമായ സംഭവം ഉണ്ടായത്, സെക്രട്ടേറിയറ്റിൽ ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് ഞാനിതിന്റെ ഈ കഥ എഴുതി 8 പേജിൽ എഴുതി കൊണ്ടുവന്നിട്ട് കുങ്കുമത്തിൽ കൊടുക്കുന്നതിന് മുമ്പ് 3 ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ വേണ്ടി അന്ന് രാവിലെ പുതിയതായി എന്നോടൊപ്പം വന്ന അന്ന് പിയൂൺ എന്നാണ് പറയുന്നത്, ഒരു പ്രായമുള്ള മനുഷ്യൻ, സെക്രട്ടറിമാരോടൊപ്പം ആയിരുന്നു അദ്ദേഹം ജോലി ചെയ്ത് വന്നിരുന്നത്. അപ്പൊ അതൊരു 31-ാം തീയതിയാണെന്ന് ഞാൻ കൃത്യമായി ഓർക്കുന്നു. അവസാന ദിവസം മാസത്തിലെ ഞാൻ അദ്ദേഹത്തിന്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന ഒരു 500 രൂപ എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, ഇതിന്റെ 3 കോപ്പി എടുത്ത് കൊണ്ടുവരണം. എനിക്ക് ഓഫീസിൽ നിന്ന് എടുക്കാവുന്നതേ ഉള്ളൂ, പക്ഷെ അത് ശരിയല്ലല്ലോ, കഥയല്ലേ. പുറത്ത് അന്നവിടെ ആസാദ് ഹോട്ടലൊക്കെ ഉണ്ട്, എന്റെ തൊട്ടടുത്ത ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്ന ഒരു കടയുണ്ട്, ഒരു പീടികയുണ്ട്, അവിടെ കൊണ്ടുപോയി എടുക്കാൻ പറ്റും. ഒരു ചെറിയ മനുഷ്യൻ, പ്രായം കൂടിയ മനുഷ്യൻ, അദ്ദേഹം വളരെ താല്പര്യത്തോടെ കൊണ്ടുവരാൻ സാറെന്ന് പറഞ്ഞ് ഈ 500 രൂപയായിട്ട് പോയി. ഉച്ചയായിട്ടും അദ്ദേഹം തിരിച്ചു വന്നില്ല. ആകെ 500 രൂപയേ ഉള്ളൂ, ബാക്കിയുള്ളൂ. 31-ാം തീയതിയാണ്. ഇയാൾ പോയിട്ട് കാണുന്നുമില്ല, പുതിയ ആളുമാണ്. പിന്നെ സുഹൃത്തുക്കളുണ്ടായിരുന്നു, അവര് പറഞ്ഞു നമുക്ക് ഊണ് കഴിക്കാൻ പോകാന്ന് പറഞ്ഞ് ഞങ്ങൾ പോയി ഊണ് കഴിച്ചിട്ട് തിരിച്ച് ഓഫീസിൽ വരുമ്പോഴുണ്ട് എന്റെ മേശപ്പുറത്ത് ഈ പൊക്കത്തിന് അടുക്കി വെച്ചിരുന്നു. വളരെ എന്നെ കാണാൻ പറ്റാത്ത രീതിയിൽ അടുക്കി വെച്ചിരിക്കുന്നു. ഞാനെടുത്ത് നോക്കിയപ്പോൾ നക്ഷത്ര കണ്ണുകളാണ്, എല്ലാ നക്ഷത്ര കണ്ണുകളാണ്. അയാളെ കാണാനുമില്ല. കുറെ കഴിഞ്ഞപ്പോൾ പുള്ളി വരുന്നു. ഞാൻ ചോദിച്ചു, ഇതെന്ത് സാർ 500 രൂപയല്ലേ തന്നത്, 800 രൂപയായി. ഞാൻ പിന്നെ അണ്ടർ സെക്രട്ടറിയിൽ നിന്നും 200 രൂപ വാങ്ങിച്ചു. ഞാൻ ഊണ് കഴിക്കാൻ വെച്ചിരുന്ന 100 രൂപയുടെ എടുത്താണ് കൊടുത്തത്. ഇനി എനിക്കത് കുടുംബത്തിൽ കൊടുക്കേണ്ട കാര്യമില്ല, അപ്പൊ തന്നെ വിതരണം ചെയ്താൽ മതി. അപ്പൊ ഒരാൾ പറഞ്ഞു, ലക്ഷ്മണൻ എന്നാണ് ആ സുഹൃത്തിന്റെ പേര്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന് ഇതെല്ലാം അറിയാം. അദ്ദേഹം പറഞ്ഞു, അതേ വല്ലവരുടെയും ജീവിതം എടുത്ത് കഥയാക്കും ഇങ്ങനെയൊക്കെ വരും. അപ്പൊ കഥ നമ്മൾ മാറ്റി എഴുതേണ്ടി വരും. എഴുത്തിനെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും പറയുന്നത് അനുഭവങ്ങൾ വേണം എന്നാണ്. അനുഭവങ്ങൾ എഴുത്തിന്റെ കരുത്താണ് എന്നാണ് പറയുന്നത്. പക്ഷേ അതിന് വിരുദ്ധമായി, അതിന് അപവാദമായി വിശ്വസാഹിത്യത്തിൽ അനേകം അനുഭവങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അനുഭവം വിശ്വസാഹിത്യത്തിലെ 10 ക്ലാസിക്കുകൾ എടുത്താൽ അറിയുന്നതായ ഇംഗ്ലീഷ് സാഹിത്യത്തിലെ ഏറ്റവും അധികം വായിക്കപ്പെട്ട കൃതിയായ വാഴ്ത്തപ്പെട്ട കൃതി
നദിയായ ഉദറിംഗ് ഹൈറ്റ്സ്. എഴുതിയത് എമിലി ബ്രോണ്ടിയാണ്. എമിലി ബ്രോണ്ടിക്ക് 28 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ 1818 ജൂലൈ 30 ജനിക്കുകയും 1848 ഡിസംബർ 19 30 വയസ്സിൽ മരിക്കുകയും ചെയ്ത എമിലി ബ്രോണ്ടി തന്റെ 28ാമത്തെ വയസ്സിൽ എഴുതിയ കൃതിയാണ് വിശ്വസാഹിത്യത്തിലെ വിഖ്യാതമായി തീർന്ന, ഏറ്റവും അധികം പ്രശസ്തമായി തീർന്ന, ഏറ്റവും നല്ല 5 കൃതികളിൽ ഒന്നായി മാറിയ ഉദറിംഗ് ഹൈറ്റ്സ്. 28 വയസ്സുള്ള പെൺകുട്ടിക്ക് എന്ത് ജീവിതാനുഭവം! പക്ഷെ ആ കൃതി ഇന്നും നിലനിൽക്കുന്നു, അതിജീവിക്കുന്നു കാലത്തെ എന്നുള്ളത് ഒരു വിസ്മയമാണ്, അതിനൊരു അപവാദം. പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞ്, ജീവിതത്തിന്റെ ഒരു ഘട്ടം കഴിഞ്ഞ് എഴുതുന്നവർ, അങ്ങനെ എഴുതുന്നവർ എഴുത്ത് അവരുടെ സാന്ത്വനത്തിന്റെ ഒരു വലിയ ഹരിതഭൂമിയായി കണ്ടുകൊണ്ടാണ്. ജീവിതത്തിൽ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, ജീവിതത്തിൽ ഒരുപാട് ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ, അപ്രതീക്ഷിതമായ ആഘാതങ്ങൾ ഉണ്ടാകുമ്പോൾ, ജീവിതം വഴിമുട്ടി നിൽക്കുമ്പോൾ, കൂരിരുട്ടിൽ പെട്ടുപോകുമ്പോൾ പറയുമല്ലോ കുമാരനാശാൻ, സ്ഫുടതാരകൾ കൂരിരുട്ടിലുണ്ട്. ആ കൂരിരുട്ടിലെ സ്ഫുടനക്ഷത്രങ്ങളെ പോലെ എഴുത്തിന്റെ കിളിവാതിൽ തുറന്ന് അവർ സാന്ത്വനത്തിന്റെ ശാശ്വതയിലേക്ക് വരികയാണ്. അപ്പൊ അവർക്കതൊരു ആശ്വാസമാണ്, അവർക്ക് മുന്നോട്ട് പോകുവാനുള്ള ഊർജമാണ് എഴുത്ത്. ശ്രീമതി സജിനി മനോജ് തന്റെ കാലം തെറ്റിപ്പൂത്ത ഗുൽമോഹർ പൂക്കൾ എന്ന ഈ കൃതിയിൽ അതിന്റെ ആമുഖം എഴുതുമ്പോൾ പറയുന്നു, ഞാനൊരു വല്ലാത്ത ഒറ്റപ്പെടലിന്റെ ഏകാന്തതയുടെ ശൂന്യതയിൽ വന്നുവിട്ടു. ആ ഏകാന്തതയുടെ ശൂന്യതയിൽ ഞാൻ കേട്ട നെടുവീർപ്പുകളാണ് ഈ അക്ഷരങ്ങൾ. എന്റെ വളരെ ഒറ്റപ്പെട്ട ജീവിതാനുഭവങ്ങളിലും ആ ജീവിതാനുഭവങ്ങൾ സമ്മാനിച്ച ഭ്രാന്ത നിമിഷങ്ങളിലും ആ ഭ്രാന്ത നിമിഷങ്ങളിലെ വിരഹങ്ങളിലും സ്വപ്ന നഷ്ടങ്ങളിലും എല്ലാം എന്റെ മനസ്സിലേക്ക് ഈ അക്ഷരങ്ങൾ പെയ്തിറങ്ങുകയായി. അങ്ങനെയാണെന്ന് അവരാമുഖത്തിൽ എഴുതി. അപ്പോൾ അനുഭവങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ആ അനുഭവങ്ങൾ സമ്മാനിച്ച തീക്ഷ്ണമായ നിമിഷങ്ങളെയും അനുഭവങ്ങളെയും സംഭവങ്ങളെയും അണിനിരത്തിക്കൊണ്ട് വളരെ തീവ്രമായി തീക്ഷ്ണമായി ജീവിതഗന്ധിയായി ജീവിതബന്ധിയായി എഴുതുകയാണ്. ഈ കൃതിക്ക് അവതാരികരിച്ചിരിക്കുന്നത് പത്മകുമാർ തന്നെയാണ്. പത്മകുമാർ അതിൽ പറയും, ജീവിതത്തെ ഈ എഴുത്തുകാരി കഥയിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയും പുതിയ അനുഭവ പരിസരം സൃഷ്ടിക്കുകയും എന്നിട്ട് ജീവിതത്തിന്റെ പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങളെയും നേരുകളെയും മറയില്ലാതെ തെളിച്ചു കാട്ടുകയും ചെയ്യുന്നു. ശക്തമായ ആ ഒരു വാചകത്തിൽ ഈ പുസ്തകത്തെ കുറിച്ച് പറയാനുള്ളത് മുഴുവനുണ്ട്. അനുഭവങ്ങളുടെ പുതിയ പരിസരം സൃഷ്ടിച്ചുകൊണ്ട് ജീവിതത്തെ കഥയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അവരിവിടെ ക്രൂരമായ യാഥാർത്ഥ്യങ്ങളെ പച്ചയായി പറയുന്നു. ഇതിൽ 8 കഥകളാണ്. ഈ 8 കഥകൾ വേണമെങ്കിൽ എനിക്ക് ഇതേപോലെ പറയാൻ കഴിയുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. പക്ഷെ അത് എഴുത്തുകാരിയോടും ഈ പുസ്തകത്തോടും കാണിക്കുന്ന ഏറ്റവും വലിയ അനീതിയായിരിക്കും. കാരണം ഈ പുസ്തകം വിറ്റുപോകാനുള്ളത് കൊണ്ട് ഞാനത് ചെയ്യും. എങ്കിലും ഏതിനും സാമ്പിൾ എന്നൊന്നുണ്ടല്ലോ. ഈ സാമ്പിൾ കാണിച്ചാണല്ലോ ശേഷം വിറ്റഴിയപ്പെടുന്നതും പ്രചരിക്കപ്പെടുന്നതും. അതിലെ ഒരു കഥ അവതാരികകാരൻ പറയുന്നു, ഇരുളറയിലെ മിന്നാമിനുങ്ങൾ. ഇരുളറയിലെ മിന്നാമിനുങ്ങൾ ആ ശീർഷകം ശ്രദ്ധിച്ചു. അപ്പൊ ഇവിടെ പറഞ്ഞ ശീർഷകങ്ങളെല്ലാം ശക്തമായ ശീർഷകങ്ങളാണ്. കാലത്ത് പൂത്തതല്ല, കാലം തെറ്റിപ്പൂത്ത ഗുൽമോഹർ പൂക്കളാകട്ടെ, സന്ധ്യാമ്പലത്തിലെ സന്ധിക്ക് പെയ്യുന്ന മഴയാകട്ടെ, ഇവിടെ ഇരുൾമറയിലെ മിന്നാമിനുങ്ങൾ. അപ്പൊ ആ മിന്നാമിനുങ്ങൾ ഒരു
ആത്മകഥാംശപരമായ അനുഭവകഥയാണ്. പൊന്മുടിയിലെ ഒരു റിസോർട്ടിൽ ഒരു എഴുത്തുകാരി മലയാള അധ്യാപികയായി വിരമിച്ച, കുഞ്ഞുങ്ങളില്ലാത്ത, അപ്പൊ തന്നെ ഒറ്റപ്പെടലായി, ഭർത്താവ് മരിച്ചുപോയ ഒരു എഴുത്തുകാരി പൊന്മുടിയിലെ റിസോർട്ടിൽ തുടർന്നും എന്തോ ഒരു പുതിയ രചന നിർവഹിക്കുന്നതിന്റെ ആരംഭ ചിന്തകൾക്കായി വരുന്നു. അവിടെ ഒരു യുവാവിനെ, ഒരു 10-12 വയസ്സുള്ള ഒരു പയ്യനെ, അവിടെ സെർബിയാൻ വന്ന ഒരു പയ്യനെ കണ്ടുമുട്ടി. അവൻ എന്ത് സഹായത്തിനും വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് വെളിപ്പാടകരെ നിൽക്കുമ്പോൾ അവനോട് ഹൃദയത്തിൽ എവിടെയോ ഒരു ഇഷ്ടം തോന്നുന്നു. അപ്പോഴാണ് ഒരു കോൾ വരുന്നത്. പത്രം ഓഫീസിൽ നിന്നാണ്. അവരെ ഇന്റർവ്യൂ ചെയ്യാൻ ആൾ വരുന്നു. കാരണം ആ വർഷത്തെ കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡ് അവർക്കുണ്ട്. എഴുത്തുകാരിയുടെ പേര് ഗായത്രി വർമ്മ. അപ്പോ ഈ ഇന്റർവ്യൂവിന്റെ ആളുകൾ എത്തിക്കഴിഞ്ഞു. അവർ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഈ പുസ്തകത്തിലും ഒരു എഴുത്തുകാരി. നമ്മൾ ആകെ കൺഫ്യൂസ്ഡ് ആവും. കാരണം ഇത് എഴുതുന്നത് സജിനി മനോജ് എന്ന് പറയുന്ന എഴുത്തുകാരിയാണ്. അവരവതരിപ്പിക്കുന്ന ഈ മിന്നാമിനുങ്ങൾ എന്ന കഥയിലെ നമ്മൾ പരിചയപ്പെടുന്ന വേറൊരു എഴുത്തുകാരിയാണ്. അവരുടെ പേര് ഗായത്രി വർമ്മ എന്നാണ്. അല്ല, ഗായത്രി വർമ്മയാണല്ലോ ഈ അവിടെ വന്ന എഴുത്തുകാരിക്ക് തന്നെ തെറ്റുകയാണ്. പിന്നെ നമ്മുടെ കാര്യം പറയണം. ഇവരുടെ ഈ അക്കാദമി അവാർഡ് കിട്ടിയ നോവലിലെ ഒരു എഴുത്തുകാരിയുണ്ട്. അതാണ് ഭദ്രാവിശ്വ. ശരിയാണോ? ഞാനാണ് ശരിയായത്. ഭദ്രാവിശ്വനാഥ്. അപ്പൊ ഈ ഭദ്രാവിശ്വനാഥിന്റെ ജീവിതമാണ് ആരെഴുതിയത്? ഗായത്രി വർമ്മ എഴുതിയത്. ഗായത്രി വർമ്മയുടെ ജീവിതമാണ് ആരെഴുതിയത്? സജിനി മനോജ്. അതിൽ എനിക്ക് വളരെ രസമായിട്ട് തോന്നി. കാരണം ഈ ഭദ്ര വിശ്വനാഥ് എന്ന് പറയുന്ന എഴുത്തുകാരിയുടെ ജീവിതത്തെ 3 ഘട്ടങ്ങളായി തിരിച്ചിരിക്കുന്നു, 3 കാലങ്ങളായി. അത് രചനയുടെ, ഘടനയുടെ, തച്ചുശാസ്ത്രത്തിന്റെ ഒരു പുതിയ തലമാണ്. ഒരു ചെറുകഥയാണിത്, നോവലല്ല, നോവലറ്റുമല്ല. എന്നിട്ടും ആ കഥയിൽ 3 ഭാഗങ്ങളുണ്ട് കഥയ്ക്കകത്ത്. 1 പ്രണയകാലം, 2 ജീവിത കാവ്യം, 3 ശിഷ്ടകാലം. ഇതിൽ പറയുന്ന പ്രണയകാലം എന്ന് പറയുന്നത് നിശബ്ദമായ പ്രണയത്തിന്റെ ഒരു കാലമാണ്. പഴയകാലത്തെ പ്രണയങ്ങളൊക്കെ അങ്ങനെയായിരുന്നല്ലോ. പറയാൻ വിട്ടുപോകുന്ന, പറയാൻ പറ്റാതെ പോകുന്ന, പിന്നെ ഗുരുവായൂർ വെച്ച് 40 വർഷത്തിന് ശേഷം കാണുമ്പോൾ പിന്നെ പറയുന്ന പ്രണയകാലം. അത് കഴിഞ്ഞ് അവർ ജീവിത കാവ്യത്തിലേക്ക് കടക്കുമ്പോൾ ഭർത്താവ് വരുന്നു. അപരിചിതനായിരുന്നു മനുഷ്യൻ, അറേഞ്ച്ഡ് മാരേജ്. അദ്ദേഹം വന്ന് ജീവിതം മുന്നോട്ട് പോകുമ്പോൾ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ, അദ്ദേഹത്തിന് രോഗമുണ്ട്, പല ദുരിതങ്ങൾ വരുന്നു. ഇടക്കാലത്ത് വെച്ച് അദ്ദേഹം ടാറ്റ പറഞ്ഞ് പോവുകയും ചെയ്യുന്നു. കാലശേഷം ഈ മരിച്ചുപോയി എന്ന് പറയുന്നതിന് മലയാളത്തിൽ എത്ര വാക്കുകളാണ്? ദിവംഗതനായി, നിര്യാതനായി, ക്ഷണമടഞ്ഞു, അല്ലേ? ഒരുപാട് വാക്കുകളാണ് മരിച്ചുപോയി എന്നുള്ളതിന്. നാടു നീങ്ങി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് VK-ന്റെ പ്രയോഗമാണ്, കാലയവനികയിൽ മറഞ്ഞു. ഭദ്ര വിശ്വനാഥിന്റെ ഭർത്താവിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പൊ അതാണ് അവരുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന ഒരു ദുരന്തം. ഈ കഥയിൽ ഇതൊന്നും പോരാഞ്ഞിട്ട് ഒരു പുതിയ കഥാപാത്രമുണ്ട്. എന്നാൽ പഴയ കഥാപാത്രമാണ്. അത് ഒരു നോവലിലും കണ്ടിട്ടില്ലാത്ത കഥാപാത്രമാണ്. പക്ഷെ നമുക്ക് കേട്ടറിവുള്ള കഥാപാത്രമാണ്. വിക്രമാദിത്യൻ കഥകളിൽ ആ കഥാപാത്രമുണ്ട്. അതാണ് വേതാളം. ഒരു വേതാളവുമുണ്ട്. വേതാളം ഈ എഴുത്തുകാരിയുടെ അടുത്ത് വന്ന് ചോദിക്കും, നിങ്ങളുടെ പ്രണയകാലം എങ്ങനെയായിരുന്നു? കുറെ കഴിഞ്ഞ വേതാളം എഴുത്തുകാരിയുടെ അടുത്ത് വന്ന് ചോദിക്കും, നിങ്ങളുടെ ജീവിത കാവ്യം എങ്ങനെയായിരുന്നു? നിങ്ങൾ ശിഷ്ടകാലം കാവ്യത്തിലാക്കുന്നില്ലേ? അവർ ശിഷ്ടകാലം കാവ്യത്തിലാക്കി കഴിഞ്ഞു എഴുത്തിലൂടെ. നേരത്തെ പറഞ്ഞ സാന്ത്വനത്തിന്റെ ഒരു പുതിയ അഴിവാതിൽ തുറന്നുകൊണ്ട് ആശ്വാസത്തിന്റെ അഴിമുഖത്തിലേക്ക് അവർ പോവുകയാണ്. അതിലവർ പറയും, ഞാൻ എന്റെ ശിഷ്ടകാലം എഴുതി കഴിഞ്ഞിരിക്കുന്നു. അതിൽ എന്റെ സ്വപ്നങ്ങളും വിരഹങ്ങളും ദുഃഖങ്ങളും എല്ലാം ഞാൻ വീണ്ടെടുത്തിരിക്കുന്നു. എന്റെ പ്രണയ നഷ്ടങ്ങൾ
എനിക്ക് പ്രണയ സ്വപ്നങ്ങളായി മാറിയിരിക്കുന്നു. ജീവിതം സാർത്ഥകമായിരിക്കുന്നു. ഈ കഥയിലൂടെ സന്നിവേശിപ്പിക്കുന്ന ആശയം എന്താണ്? ഈ കഥയിലൂടെ അവർ പറയാൻ ശ്രമിക്കുന്നത്, എഴുത്തിലൂടെ പ്രതിബന്ധമെല്ലാം എനിക്ക് ആത്മശക്തി എന്ന് പറഞ്ഞതുപോലെ എഴുത്തിലൂടെ ഒരു പുതിയ കരുത്ത് നേടിക്കൊണ്ട് എല്ലാ ദുഃഖങ്ങളെയും സംസ്കരിക്കുവാൻ സാധിക്കും എന്നാണ്. അപ്പൊ ഒരു കഥ ഞാൻ പറഞ്ഞു, ഒരു കഥ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കും. ആ കഥ ഇതുപോലെ ഒരു പേരാണ്, ഇരുണ്ട മേഘത്തിലെ ചന്ദ്രബിംബം. തെളിഞ്ഞ ചന്ദ്രബിംബം. പേരുകളൊക്കെ ഓർമ്മിക്കാൻ തന്നെ പ്രയാസം. ഇരുണ്ട മേഘത്തിലെ തെളിഞ്ഞ ചന്ദ്രബിംബം. അത് ഞാൻ ഒറ്റ വാക്കിൽ പറയാം. അത് നമ്മുടെ രാജ്യത്ത് പുതുതായി വന്ന ഒരു ജനറേഷനെ കുറിച്ച്, പുതുതായി വിവാദങ്ങളിൽ പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജനറേഷനെ കുറിച്ച്, ആരും അധികം എഴുതിയിട്ടില്ലാത്ത ഒരു ജനറേഷനെ കുറിച്ച് ആണ്. ട്രാൻസ്ജെൻഡേഴ്സ്. എന്താണ് ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ? ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ അതിനൊരു മലയാളം എന്താണെന്ന് ഇപ്പോൾ ചർച്ച നടക്കുകയാണ്, തർക്കങ്ങൾ നടക്കുകയാണ്. ആരോ ഒരാൾ പറഞ്ഞു ശിഖണ്ഡി എന്ന്. ശിഖണ്ഡി ട്രാൻസ്ജെൻഡർ അല്ല. ശിഖണ്ഡിയുടെ കഥ വിസ്തരിച്ച് വ്യാസൻ പറയുന്നുണ്ട് മഹാഭാരതത്തിൽ. അംബോപാഖ്യാന പർവം എന്ന് പറഞ്ഞ അമ്പയുടെ കഥ പറയുന്ന ഒരു പർവമുണ്ട് മഹാഭാരതത്തിൽ. അതിലാണ് ശിഖണ്ഡി വരുന്നത്. ശിഖണ്ഡി അമ്പ തപസ് ചെയ്ത്, ശിവനെ തപസ് ചെയ്ത് അമ്പയെ സ്നേഹിച്ചിരുന്ന സാൽവരാജകുമാരൻ. ആ കഥയിൽ, മഹാഭാരത കഥയിലുള്ളതാണ് അല്ലെ? സാൽവരാജകുമാരനെ ഞാൻ സ്നേഹിക്കുകയാണ് എന്ന് ഭീഷ്മരോട് പറയും. ഭീഷ്മരോട് പറയാൻ കാര്യം, ഭീഷ്മർ ഇങ്ങനെ ഉഗ്രപ്രതിജ്ഞയൊക്കെ എടുത്തെങ്കിലും അദ്ദേഹത്തിന്റെ അനുജനായ വിചിത്രവീര്യനെ ആരോ സ്വയംവരത്തിന് വിളിച്ചില്ല എന്ന് പറഞ്ഞ വിചിത്രവീര്യന്റെ അമ്മ, സത്യവതി അമ്മ ഭീഷ്മരോട് പരാതി പറഞ്ഞിട്ട് ഈ ഭീഷ്മർ രഥമെടുത്ത് അവിടെ ചെന്ന് പരാക്രമമൊക്കെ കാണിച്ച് 3 പേരുടെ സ്വയംവരം ഒരുമിച്ച് നടക്കുകയായിരുന്നു. അമ്പയുടെയും അംബികയുടെയും അമ്പാലികയും 3 പെമ്പിളരെയും രഥത്തിനെടുത്തിട്ട് കൊണ്ടുവന്നു. വിചിത്രവീര്യൻ ഒരാളെ ഉള്ളൂ, വധുക്കൾ 3. അപ്പൊ അമ്പ പറഞ്ഞു, ഭീഷ്മർ എന്നെ ഒഴിവാക്കണം, ഞാൻ ഓൾറെഡി ബുക്ക്ഡാണ്, എൻഗേജ്ഡ് ആണ്, എന്നെ സാൽവരാജകുമാരൻ പ്രണയിക്കുന്നു. അങ്ങനെ ഭീഷ്മർ ആൾറെഡി ഡീസന്റ് ആണ്, അവരെ അപ്പോഴേ ഡിസ്പോസ് ചെയ്തു. പക്ഷെ സാൽവരാജകുമാരൻ അമ്പയെ സ്വീകരിച്ചില്ല. അപ്പോ പ്രതികാരത്തിന് വേണ്ടി ദാഹിച്ചുകൊണ്ട് അമ്പ തപസ് ചെയ്യുകയും ശിവൻ വരികയും ഒക്കെ ചെയ്ത ആ കഥ മഹാഭാരതത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ ആള് ശിഖണ്ഡിയായി ജനിക്കുകയാണ് അമ്പ. ദ്രുപദ രാജാവിന് മക്കളില്ലാതെ തപസ് ചെയ്യുമ്പോൾ അപ്പോഴും ശിവൻ പ്രത്യക്ഷപ്പെട്ടു. ശിവനൊന്നും ഭയങ്കര തിരക്കാണ്. എല്ലാവരും അന്ന് ഈ സമരവും സത്യാഗ്രഹവും ഒന്നുമില്ല, ഇതാണ് തപസ്സാണ്. അങ്ങനെ ശിവൻ വന്നു. എന്ത് വേണമെന്ന് ചോദിച്ചപ്പോ കുട്ടികളില്ലാന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, കന്യകയായ ഒരു കുമാരൻ ജനിക്കും. തലകുത്തനെയാണ് പറഞ്ഞത്. കന്യകയായ ഒരു കുമാരൻ ജനിക്കും. പക്ഷേ ദ്രുപദ രാജാവ് കുമാരൻ ജനിക്കുമെന്ന് മാത്രമേ കേട്ടുള്ളൂ. ജനിച്ചത് പെൺകുട്ടിയായിരുന്നു. ആൺകുട്ടിയായിട്ട് വളർത്തി. ശിഖണ്ഡിയുടെ കഥ ആരംഭിക്കുന്ന അവിടെ നിന്നാണ്. പെൺകുട്ടിയാണ് ജനിച്ചത്, ആൺകുട്ടിയായി വളർത്തി. എങ്ങനെ ഇരിക്കും? വിവാഹപ്രായമായി. വിവാഹപ്രായമായാൽ ഒരുപാട് ആലോചനകൾ വരുമല്ലോ. ആലോചനകൾ വന്നു. ഹിരണ്യവർമ്മൻ എന്നാണെന്ന് തോന്നുന്നത് അദ്ദേഹത്തിന്റെ പേര്. ഒരു വലിയ മഹാരാജാവ് അദ്ദേഹത്തിന്റെ മകളെ ഈ പയ്യന്റെ കൂടെ, ശിഖണ്ഡി കുമാരന്റെ കൂടെ കല്യാണം കഴിച്ചു. ആർഭാടമായ വിവാഹമായിരുന്നു. ആദ്യ രാത്രി തന്നെ പിടിവീഴുന്നു. ആദ്യ രാത്രി തന്നെ കള്ളി പുറത്തായി. ഇയാൾ പെൺകുട്ടിയാണെന്ന് പെൺകുട്ടിയെ റിപ്പോർട്ട് ചെയ്തു. ഹിരണ്യവർമ്മൻ ആക്രമണകാരിയാണ്. അദ്ദേഹം യുദ്ധം പ്രഖ്യാപിച്ചു. അല്ലാതെ പിന്നെ യുദ്ധം പ്രഖ്യാപിച്ചു. നമ്മുടെ ദ്രുപദ രാജാവ് ആകെ വരണ്ടുപോയി. ഒരുത്തന്നെ കെട്ടിച്ചു വിട്ടതിന്റെ ദുരന്തം. ഈ സമയത്ത് ഇയാള് ആത്മഹത്യക്ക് വേണ്ടി ഈ സൈനയുടോ അങ്ങനെ ഒന്നും ലഭ്യമല്ല, അരളിവേലും ലഭ്യമല്ല. ഈ ട്രെയിനിന് തലവയ്ക്കാന്ന് പറഞ്ഞാൽ അന്ന് ട്രെയിൻ വന്നിട്ടില്ല. ഇദ്ദേഹം കാട്ടിലോട്ട് പോയി. കാട്ടിനകത്തേക്ക് ഉൾക്കാട്ടിലോട്ട് ചെല്ലുമ്പോൾ അതാ യക്ഷന്റെ, രാക്ഷസന്റെ കോട്ട
കയറി ചെന്നു. എളുപ്പമായിരുന്നു. രാക്ഷസന്റെ ജോലി എന്ന് പറയുന്നത് നിഗ്രഹമാണല്ലോ. ചെന്ന് നിന്നു കൊടുക്കാം എന്ന് പറഞ്ഞ് ചെന്നപ്പോ ആ യക്ഷന്, സ്ഥൂലകർണൻ എന്നാണ് തോന്നുന്നത് ആ യക്ഷന്റെ പേര്, അദ്ദേഹത്തിന് ഒരു സംശയം, ഇത്രയും ധൈര്യമായിട്ട് ഒരുത്തൻ ഇതിനകത്ത് കയറി വന്നല്ലോ, എന്തോ കാര്യമായ പ്രശ്നം കാണും. ചോദിച്ചു, എന്താണ് പ്രശ്നം? പുള്ളി പറഞ്ഞു, ഇങ്ങനെ മരിക്കാൻ തന്നെയാണ് വന്നത്. സംഭവം ഇങ്ങനെ പെണ്ണായിട്ട് ജനിച്ചവരെല്ലാം കൂടെ ആൺവേഷം കിട്ടി. ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു പ്രശ്നമാവുന്നു, കല്യാണം വരെ കഴിപ്പിച്ചു, ഇപ്പൊ അവിടെ യുദ്ധം നടക്കുകയാണ്. യക്ഷന്റെ മനസ്സലിഞ്ഞു. ആരുടെ മനസ്സ് എപ്പോ അലിയെന്ന് പറയാൻ പറ്റില്ല. മനസ്സങ്ങനെയാണ്. മനസ്സൊരു മാന്ത്രിക കുതിരാണ് അത് പാടിയത്. അതുകൊണ്ടാണ് യക്ഷന്റെ മനസ്സലിഞ്ഞു. രാക്ഷസന്റെ മനസ്സലിഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, എന്റെ പൗരുഷം ഊരി തന്നേക്കുക, ഇയാളുടെ സ്ത്രീത്വം ഇളക്കിത്തരും, പോയി കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്തിട്ട്, സോൾവ് എന്ന് ഇംഗ്ലീഷ് വാക്കുണ്ട്, സോൾവ് ചെയ്തിട്ട് ഒരു 6 മാസം 1 വർഷം. പുള്ളി പറഞ്ഞാൽ 6 മാസം കൊണ്ട് സോൾവ് ആവില്ല, എന്നാൽ 2 വർഷം കഴിഞ്ഞ് പോകാം, എനിക്ക് എവിടെയും പോകാനില്ലല്ലോ, ഞാൻ ഇവിടെ ഇരുന്നോളാം. അങ്ങനെ ഇയാൾ തിരിച്ചു വന്നു. യുദ്ധം നടക്കുന്നു. അയാൾ പറഞ്ഞു, ആര് പറഞ്ഞു ഞാൻ പെണ്ണാണെന്ന്? വീണ്ടും DNA പരിശോധനയല്ല, നേരിട്ടുള്ള പരിശോധനയൊക്കെ നടന്നു. യുദ്ധം അവിടെ നിർത്തിവെക്കേണ്ടി വന്നു. യക്ഷന്റെ പുരുഷല്ലേ, നല്ല രക്ഷയുണ്ടോ? ഈ സമയത്താണ് യക്ഷന്മാരുടെ രാജാവ് അതിലെ, അന്ന് ഈ വിമാനമുണ്ട്, പുഷ്പക വിമാനം. വിമാനത്തിൽ അവിടെ ഇറങ്ങി, എന്നാ ഇവനെ ഒന്ന് കണ്ടേക്കാം, സ്ഥൂലകർണനെ ഒന്ന് കണ്ടേക്കാന്ന് പറഞ്ഞ് ചെല്ലുമ്പോണ്ട് സ്ഥൂലകർണം വിളി കേൾക്കുന്നതല്ലാതെ വെളിച്ചത്ത് വരുന്നില്ല. സ്ഥൂലകർണ, ഓ എവിടെ നിൽക്കുന്നു? ഓ ഇവിടെ ഉണ്ട്, ഇനി ഇറങ്ങിയോ? ഇപ്പൊ വരാത്തില്ല. അതുവരെ നോക്കുമ്പോ പുള്ളി ഒരു തോർത്തൊക്കെ കൊടുത്ത് വച്ചപ്പിശായിട്ട് നിൽക്കുകയാണ്. ഇവന്റെ സ്ത്രീത്വമായിട്ട് നിൽക്കുകയാണ്. കാര്യങ്ങളെല്ലാം അറിഞ്ഞ് അദ്ദേഹത്തിന് ദേഷ്യം വന്നു. രാക്ഷസന്മാർക്ക് പറ്റിയ കാര്യമാണോ ഇതൊക്കെ? ലിംഗപരിവർത്തനം നടത്തുക എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് തന്നെ പറ്റിയതല്ല, പിന്നെ രാക്ഷസന്മാർക്ക്. അതേ ശമിച്ചു, ആയുഷ്കാലം നീ ഇങ്ങനെ തന്നെ പുറത്തു കൊടുത്തു തന്നാൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ശിഖണ്ഡിയെ കുറിച്ചാണ്. ശിഖണ്ഡി സ്ത്രീയായി ജനിക്കുകയും പുരുഷനായി തീരുകയും ജീവിതാന്ത്യം വരെ പുരുഷനായി തുടരുകയും ചെയ്ത കഥാപാത്രം. അപ്പോൾ നമ്മൾ ഈ ട്രാൻസ്ജെൻഡറിനെ ശിഖണ്ഡി എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. ഷണ്ഡൻ എന്ന് പറഞ്ഞു. ഷണ്ഡൻ വേറെയാണ്, നമുക്കറിയാമല്ലോ. അത് ഇതല്ല. പണ്ട് നമ്മുടെ ഒരു പത്രത്തിൽ 1-ാം പേജിൽ ആരോ മരിച്ചപ്പോ 1-ാം പേജിൽ ഫോട്ടോ കൊടുത്തു, KK കുട്ടൻ ബ്രാക്കറ്റിൽ ഷണ്ഡൻ. ഞാൻ കണ്ടതാ. എനിക്കത് പ്രായം കുറവാണ്, എന്നാലും ഞാനും ഞെട്ടി. അപ്പൊ ഒരാൾ പറഞ്ഞു, ജീവിച്ചിരിക്കുമ്പോ വെട്ടുകാരോടൊക്കെ നീതി കാണിച്ചില്ല, ഇതുപോലെ അവർ വെയിറ്റ് ചെയ്യും. പിറ്റേ ദിവസം തിരുത്തു വന്നു, ഷണ്ഡനല്ല ലണ്ടനാണ്. അത് മനപ്പുറം കൊടുത്താണെന്ന് എനിക്ക് തോന്നുന്നു. ആദ്യം ഇതൊന്ന് അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചു. അപ്പൊ അതുമല്ല, ഏത് ട്രാൻസ്ജെൻഡർ ഷണ്ഡനമല്ല. വേണമെങ്കിൽ നമുക്ക് നപുംസകം എന്ന് പറയാം. ഞാൻ വാക്കുകൾ നീട്ടുന്നില്ല. ഈ കഥയുടെ പേര് പറയാൻ ഇനി എനിക്ക് പ്രയാസമാണ്. ഇരുണ്ട മേഘത്തിന്റെ തെളിഞ്ഞ ചന്ദ്രബിംബം. ഇരുണ്ട മേഘത്തിന്റെ തെളിഞ്ഞ ചന്ദ്രബിംബം എന്ന കഥയിൽ മഹേഷ് എന്ന ചെറുപ്പക്കാരൻ മഹിമ ആയി മാറുകയാണ്. അയാളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പ്രതിസന്ധി. ഒരു ചെറുപ്പക്കാരിയായി മാറുക എന്ന് പറയുമ്പോൾ അയാളിൽ ഈ 2 സ്വഭാവത്തിന്റെയും ലിംഗ സമാനമായ സവിശേഷതകൾ കൊണ്ട് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ട് വേണ്ട എന്ന് മനസ്സിലാക്കാൻ. ട്രാൻസ്ജെൻഡറായി മറ്റൊരു തൊഴിൽ, അതിന് സമാനമായ ഒരു തൊഴിലിലേക്ക് പോകേണ്ടി വരുന്നു, നാട് വിട്ടു പോകേണ്ടി വരുന്നു. എങ്കിലും ഉൾക്കരുത്തോടുകൂടി തിരിച്ചു വരുന്ന, ആ തരത്തിലുള്ള ഏറ്റവും അധികം അസ്തിത്വത്തിന്റെ യുദ്ധം ചെയ്യുന്ന ഒരു വിഭാഗത്തിന്റെ ആത്മദുഃഖങ്ങളെ, ആത്മനോദനങ്ങളെ അതീവ ഹൃദ്യമായി, അതീവ ചാരുതയോടെ സജിനി മനോജി കഥയിൽ ആവിഷ്കരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ കഥ വിടുകയാണ്. ഈ വിധത്തിൽ ഈ പുസ്തകം നിങ്ങൾ വാങ്ങണം. പ്രകാശിതമാകാൻ പോകുന്ന ഈ പുസ്തകം നിങ്ങൾ വാങ്ങണം. അതിലെ കഥകൾ 8 വായിക്കണം. അതിൽ ജീവിതമുണ്ട്. ജീവിതത്തിന്റെ പകർന്നെടുത്ത് അനുഭവങ്ങളുടെ നേർക്കാഴ്ചകൾ, സത്യസന്ധമായ കഥ പറച്ചിൽ. അതുകൊണ്ട് തന്നെ
പലർക്കും ഈ കഥകൾ വായിക്കുമ്പോൾ ഇതെന്റെ ആത്മകഥയല്ലേ എന്ന് തോന്നിയേക്കാം, ഇതെന്റെ കൂടെ കഥയല്ലേ എന്ന് തോന്നിയേക്കാം. അഥവാ ആർക്കെങ്കിലും തോന്നിയില്ലെങ്കിൽ അവർക്ക് തോന്നാം ഇത് രസമുള്ള കഥയാണല്ലോ, ഇത് നല്ല ഭാവനയും നല്ല സൃഷ്ടി വൈഭവമുള്ള ഒരു രചനയാണല്ലോ എന്നും തോന്നിയേക്കാം. രണ്ടായാലും നിങ്ങളിൽ കൗതുകം നിറയ്ക്കുന്ന, ആഹ്ലാദം നിറയ്ക്കുന്ന, അനുഭൂതികൾ സമ്മാനിക്കുന്ന ഒരു പുസ്തകമാണ് കാലം തെറ്റിപ്പൂത്ത ഗുൽമോഹർപ്പൂക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് ഈ എഴുത്തുകാരിക്കും ഈ രചനയ്ക്കും എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഇത് എത്രയും വേഗം വിറ്റഴിയപ്പെടട്ടെ, വീണ്ടും വീണ്ടും അച്ചടിക്കപ്പെടട്ടെ, വീണ്ടും വീണ്ടും കേരളത്തിലും മലയാളികളുടെ ഇടയിലും പ്രചരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പുസ്തകത്തിന്റെ പ്രകാശന കർമ്മത്തിലേക്ക് കടക്കുന്നതിന് വേണ്ടി ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം.